ലോക ജനസംഖ്യയുടെ 17.7% മനുഷ്യർ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അതായത് ഈ ഭൂമിയിലൂടെ നടക്കുന്ന 5-1 ഇന്ത്യക്കാരനാണ്. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഫിഫ ലോകകപ്പിൽ കളിക്കാൻ ആ 140 കോടിയിൽ നിന്ന് 11 പേരെ മാത്രം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. അത് വെറും ഒരു കഴിവില്ലായ്മയുടെ കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. വെറും 3 ലക്ഷം ജനങ്ങളുള്ള ഐസ്ലാൻഡ് ലോകകപ്പ് കളിച്ചു. കടുത്ത ദാരിദ്ര്യവും ആഭ്യന്തര യുദ്ധവും നേരിടുന്ന സെനഗലും ഘാനയും ലോകത്തെ വിറപ്പിക്കുന്നു. കോടിക്കണക്കിന് ഡോളർ ഫുട്ബോളിലേക്ക് ഒഴുക്കുന്ന ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ എവിടെയാണ് തോക്കുന്നത്? വരും മിനിറ്റുകളിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ച മുരടിപ്പിച്ച പുറം ലോകം അധികം സംസാരിക്കാത്ത ആ കറുത്ത യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മളെ തകർത്ത ആ രഹസ്യ സിസ്റ്റത്തിലേക്കുമാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. നമുക്ക് യഥാർത്ഥ വില്ലനിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്പോർട്സ് ബിസിനസ്. ഇന്ത്യയിൽ കായിക രംഗം എന്നത് ഒരു വ്യവസായമാണ്. ആ വ്യവസായത്തിലെ ഏക കുത്തക ക്രിക്കറ്റിനാണ്. BCCI ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡാണ്. കോർപ്പറേറ്റ് ബ്രാൻഡുകൾ തങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യ ബഡ്ജറ്റ് പൂർണ്ണമായും ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എറിയുന്നു. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ലഭിക്കുന്ന മീഡിയ കവറേജിന്റെ 1% പോലും ദേശീയ ഫുട്ബോൾ ടീമിന്റെ ജയപരാജയങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇതിന്റെ യഥാർത്ഥ ഇമ്പാക്ട് എന്താണെന്ന് അറിയാമോ? പണവും ഗ്ലാമറും ഒരു കായിക ഇനത്തിലേക്ക് മാത്രം ഒഴുകുമ്പോൾ അത് ഇന്ത്യയിലെ സാധാരണക്കാരനായ മാതാപിതാക്കളുടെ മനഃശാസ്ത്രത്തെ മാറ്റുന്നു. തന്റെ മകൻ നാളെ ഒരു കായിക താരമാകാൻ ആഗ്രഹിച്ചാൽ അവർ അവനെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കല്ല, മറിച്ച് അടുത്തുള്ള ക്രിക്കറ്റ് അക്കാദമിയിലേക്കാണ് പറഞ്ഞയക്കുക. കാരണം അവിടെ മാത്രമേ കരിയർ ഭദ്രമാകൂ എന്ന് അവർ വിശ്വസിക്കുന്നു. ഫുട്ബോളിന് മേൽ അദൃശ്യമായ ഒരു ഗ്ലാസ് സീലിംഗ് ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. ഒരു വലിയ അബദ്ധധാരണ ഇന്ത്യയിലുണ്ട്. നമ്മുടെ ആളുകൾക്ക് ആഫ്രിക്കക്കാരെ പോലെയോ യൂറോപ്പുകാരെ പോലെയോ ശാരീരിക ക്ഷമതയോ ഉയരമോ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തോൽക്കുന്നതെന്ന്. ഇത് പൂർണ്ണമായും തെറ്റാണ്. ലോകത്തിലെ മികച്ച ഫുട്ബോൾ കളിക്കാരായ മെസ്സി, ഇനിയേസ്റ്റ, സാവി എന്നിവരാരും 6 പൊക്കമുള്ളവരല്ല. ജപ്പാനും ദക്ഷിണ കൊറിയയും ലോകകപ്പിൽ അത്ഭുതം കാണിക്കുന്നത് ശാരീരിക ബലം കൊണ്ടല്ല, മറിച്ച് ടെക്നിക്കൽ സ്കിൽ കൊണ്ടാണ്. നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ സിസ്റ്റത്തിലാണ്. യൂറോപ്പിലെ അയാക്സ് അല്ലെങ്കിൽ ലാമാസിയ പോലെയുള്ള അക്കാദമികളിൽ കുട്ടികൾ 5 വയസ്സ് മുതൽ ടാക്ടിക്കൽ ഫുട്ബോൾ പഠിക്കാൻ തുടങ്ങുന്നു. അവർ എങ്ങനെ പാസ് ചെയ്യണം, എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്ന് പഠിച്ചാണ് വളരുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ കേരളം, ഗോവ, പശ്ചിമ ബംഗാൾ, നോർത്ത് ഈസ്റ്റ് എന്നിവിടങ്ങളിൽ മാത്രമേ ഫുട്ബോൾ ശ്വസിക്കുന്നുള്ളൂ. ബാക്കി അതിഭീമമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു മികച്ച ടാലന്റിനെ കണ്ടെത്താനുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്കൗട്ടിംഗ് നെറ്റ്വർക്ക് നമുക്കില്ല. അതായത് 140 കോടി ജനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത് വെറും 10-15 കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് മാത്രമാണ്. 2014 ഇന്ത്യൻ സൂപ്പർ ലീഗ് വന്നപ്പോൾ എല്ലാവരും കരുതി ഇത് ഇന്ത്യൻ ഫുട്ബോളിന്റെ തലവര മാറ്റുമെന്ന്. അതെ, അവിടെ പണം വന്നു, മികച്ച സ്റ്റേഡിയങ്ങൾ വന്നു, ടെലിവിഷൻ കവറേജ് വന്നു. എന്നാൽ ഈ സുവർണ കൂടാരത്തിനകത്ത് ഒളിച്ചിരുന്ന വലിയൊരു ചതിക്കുഴി ഉണ്ടായിരുന്നു. ക്ലബ്ബുകൾക്ക് ലക്ഷ്യം കിരീടം നേടുക എന്നത് മാത്രമായി. അതിനാൽ ഗോളടിക്കാൻ അവർ കോടികൾ കൊടുത്ത് വിദേശ സ്ട്രൈക്കർമാരെ ഇറക്കുമതി ചെയ്തു. ഡിഫെൻഡ് ചെയ്യാനും അവർ വിദേശികളെ ഉപയോഗിച്ചു. ഇതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? ദേശീയ ടീമിന് കളിക്കാൻ വിളിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതായി. ഇന്ത്യൻ ഫുട്ബോളിന്റെ പോരായ്മകളെ മുഴുവൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തന്റെ ഒരൊറ്റ ചുമലിൽ താങ്ങി നിർത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സുനിൽ ഛേത്രി. 150 മത്സരങ്ങളിൽ നിന്ന് 94 ഗോളുകൾ. ക്രിസ്ത്യാനോയ്ക്കും മെസ്സിക്കുമൊപ്പം ഗോളുകളുടെ എണ്ണത്തിൽ മത്സരിച്ച ഇന്ത്യയുടെ സ്വന്തം ലെജൻഡ്. എന്നാൽ അദ്ദേഹത്തിന്റെ വിരമിക്കൽ ഒരു വ്യക്തിയുടെ വിടവാങ്ങൽ മാത്രമായിരുന്നില്ല, അതൊരു വൻ വീഴ്ചയുടെ തുടക്കമായിരുന്നു. ബോക്സിനുള്ളിൽ ഇരയെ കാത്തിരിക്കുന്ന സിംഹത്തെ പോലെ പന്തിനായി പൊസിഷൻ ചെയ്യുന്ന ആ ക്ലിനിക്കൽ ഫിനിഷിംഗ് ഇന്ന് ആര് ചെയ്യും? ഛേത്രിയുടെ ആ ശൂന്യത നികത്താൻ ഇന്ത്യൻ മുന്നേറ്റ നിരക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. ഒരു പിൻഗാമിയെ സൃഷ്ടിക്കാൻ കഴിയാതെ പോയത് ആരുടെ കുറ്റമാണ്? ഇതൊരു അവസാനമല്ല. 2026 ഫിഫ ലോകകപ്പിൽ ഏഷ്യയിൽ നിന്നുള്ള ടീമുകളുടെ എണ്ണം 8 വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കരകയറാൻ ജപ്പാൻ മോഡൽ അല്ലാതെ മറ്റൊരു വഴിയില്ല. 1990കളിൽ ഫുട്ബോളിൽ ഒന്നുമല്ലാതിരുന്ന ജപ്പാൻ 100 ഇയർ പ്ലാൻ കൊണ്ടുവന്നു. സ്കൂൾ തലം തൊട്ട് ടാക്ടിക്കൽ ട്രെയിനിങ് നിർബന്ധമാക്കി. ഗ്രാസ് റൂട്ട് വിപ്ലവം. 5 വയസ്സുള്ള കുട്ടികൾക്കായി യൂറോപ്യൻ നിലവാരത്തിലുള്ള സൗജന്യ അക്കാദമികൾ എല്ലാ ജില്ലകളിലും വരണം. യൂറോപ്യൻ എക്സ്പോഷർ. യൂറോപ്പിലെ ചെറിയ ലീഗുകളിൽ പോയി കളിക്കാൻ നിർബന്ധിക്കണം. ആ കടുത്ത മത്സര പരിചയം മാത്രമേ അവരെ ഇരുമ്പാക്കി മാറ്റൂ. മാറ്റങ്ങൾ ഒരു രാത്രി കൊണ്ട് സംഭവിക്കില്ല, പക്ഷേ ശരിയായ ദിശയിലുള്ള ഒരു ചുവടുവെപ്പ് ഇന്നാരംഭിച്ചാൽ ഫിഫ ലോകകപ്പിന്റെ വലിയ വേദിയിൽ നമ്മുടെ നീലപ്പട അണിനിരക്കുന്നതും ഗാലറികളിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ നെഞ്ചിടിപ്പോടെ നമ്മുടെ ദേശീയഗാനം ഒഴുങ്ങി കേൾക്കുന്നതും കാണാൻ നമുക്ക് സാധിക്കും. ആ ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കണം. 140 കോടി ജനങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ ലോകകപ്പ് കളിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം ക്രിക്കറ്റാണോ, അതോ നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണോ? നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.